നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഞണ്ട് കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞണ്ട് ഞാനിവിടെ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി വേണം, ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് സ്വല്പം മുളക് പൊടി, കുരുമുളക് പൊടിയാണ് ഇതിനധികം വേണ്ടത്. ആവശ്യത്തിന് മഞ്ഞൾ പൊടി, ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളിയും ഇഞ്ചിയും കൂടി മിക്സിയിൽ ചതച്ചെടുത്തതാണിത്. അത് നമുക്ക് ഞണ്ടിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും വേപ്പിലയും കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികൾ ചേർക്കാം. ഇതിന് അധികം കുരുമുളക് പൊടിയാണ് ടേസ്റ്റ്, അതുകൊണ്ട് ഞാനിവിടെ 2 സ്പൂൺ കുരുമുളക് പൊടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾ പൊടി, ഇപ്പോൾ 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്വല്പം മുളക് പൊടി, അത് മുളക് പൊടി ഒരു ഇത്തിരി കളറിന് വേണ്ടി ചേർത്തതാണ്. കുരുമുളക് പൊടി തന്നെയാണ് ഇതിന് ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെക്കാം. വെള്ളമൊഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന്, അധികം വെള്ളം വെക്കണ്ട. ഞണ്ട് തിളക്കുമ്പോൾ അതിൽ നിന്നും വെള്ളം വരും, അതുകൊണ്ട് അധികം വെള്ളം വെക്കണ്ട. കുറച്ച് വെള്ളം മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി, ഉപ്പെല്ലാം നന്നായിട്ട് ഇളക്കി വെക്കുക. ഇത് ചെറിയ ഞണ്ടാണ്, ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മൾ അടുപ്പത്ത് വെക്കേണ്ടത്. അതിനുശേഷം മൂടി വെക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമെല്ലാം പറ്റി ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഈ കറിക്ക് സ്വാദ് കൂട്ടുന്നത്. പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.